ഈ പറയുന്ന രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വിപണിയിൽ പല കാര്യങ്ങൾ നമുക്ക് സ്കിൻ വെളുപ്പിക്കാനുള്ളത് കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മുടെ സംഭവം തയ്യാറാക്കാൻ വേണ്ടി ഒരു 12 ഉണക്കമുന്തിരിങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒരു 7 മണിക്കൂർ കുതിരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കണം. ഗ്രേപ്സ്, അതായത് ഉണക്കമുന്തിരിങ്ങ കറുത്തതാണെങ്കിൽ വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. കറുത്ത മുന്തിരിങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കണം. അതായത് ബ്ലാക്ക് ഗ്രേപ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വൈറ്റ് ഗ്രേപ്സിനകത്ത് അത്ര ഗുണങ്ങളില്ല, പക്ഷേ ബ്ലാക്ക് ഗ്രേപ്സിനകത്താണ് ഭയങ്കരമായിട്ട് ഗുണങ്ങളുള്ളത്. ഇതിലടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും സ്കിന്നിനകത്ത് മെലാസ്മ പ്രോബ്ലം ഇല്ലാതാക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് സ്കിന്നിനൊരു ചേഞ്ചസ് നൽകുന്നത്. അങ്ങനെ ഞാൻ ഞെരടി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തോണ്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ കൊന്തെല്ലാം നമുക്കങ്ങ് മാറ്റാവുന്നതാണ്. അരിച്ചെടുക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ. ഞാൻ കൈകൾ കൊണ്ട് തന്നെ ആ ഒരു കൊന്തെല്ലാം മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു സത്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ബാക്കിയുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഉപയോഗിക്കണം. നല്ലപോലെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടും. ഞാൻ നിങ്ങളെ ഒരു ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കി കൊടുക്കുകയാണ് ഞാൻ. അലോവേറ ജെല്ല് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അലോവേറ ജെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സ്കിൻ സോഫ്റ്റ് ആക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഈ ഡാമേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സാധിക്കും. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് വേണമെങ്കിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. അതായത് കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് കോക്കനട്ട് ഓയിൽ ചേർക്കേണ്ടത്. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനാണ് കോക്കനട്ട് ഓയിൽ നമ്മൾ ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച ടിന്നിൻ്റെ ഫേസ് സെറം ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ടിന്നുണ്ടല്ലോ, ആ ഒരു കുപ്പിക്കകത്ത് ഇട്ട് വേണമെങ്കിലും വെക്കാം. ഞാൻ അതിലൊരു കുപ്പിക്കകത്താണ് ഇപ്പോൾ ഇട്ട് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഗ്ലിസറിൻ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലിട്ടിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള കുപ്പിയുണ്ടല്ലോ, അതിനകത്തിട്ട് വേണമെങ്കിലും വെക്കാം. പുറത്തൊരു കാരണവശാലും വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചീത്തയാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. ഞാനൊരു ഇതുപോലൊരു കുപ്പിക്കകത്താണ് ഇപ്പോൾ ഇട്ട് വെക്കുന്നത്. അങ്ങനെ ഞാൻ കുപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള മാറ്റമാണ് നിങ്ങളെ കാണിക്കുന്നത്. 2 തുള്ളിയെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇട്ടതിന് ശേഷം ഒരു നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കിന്നിലെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് നോർമൽ രീതിയിൽ മസാജ് ചെയ്യുന്നത്. നിങ്ങൾ ഫേസിലിടുന്നതിന് മുന്നേ ഫേസ് കഴുകി നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സ്കിന്നിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അടിപൊളിയാണ്. ചെയ്ത് നോക്കണേ. എന്തായാലും ഫേസിൽ ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസും ഒക്കെ കാണിക്കാം. എന്തായാലും ഞാൻ ഫേസിലേക്ക് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഗ്രേപ്സ് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം. ഇതൊരു ലിക്വിഡ് ഫേസ് സെറം എന്നൊക്കെ പറയാം. കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തേച്ച് നല്ല മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് നൈറ്റ് നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പം കൈമുട്ടിനും കൈക്കും കാലിനും ഒക്കെ കളർ കുറവാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നോർമൽ രീതിയിൽ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ടാണ് ചെയ്യാനായിട്ട് സ്കിന്നിന് ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. എന്തായാലും നമുക്കൊരു 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് നോക്കാം. ഞാനിപ്പോൾ 3 മിനിറ്റേ വെക്കുന്നുള്ളൂ. നിങ്ങളിത് നൈറ്റ് ഫുള്ളായിട്ട് വെക്കണം. എന്നാലേ നല്ല പോലെ ചേഞ്ചസ് കിട്ടുള്ളൂ. ഞാനിപ്പം കാണിക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുടയ്ക്കുകയാണ്. വാവ്, 3 മിനിറ്റിന് ശേഷം ഇത്രയും ഗ്ലോ ആണെങ്കിൽ നല്ല പോലെ നമ്മുടെ സ്കിൻ ഷെയ്ഡ് കൂട്ടാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മൾ സൂപ്പറാണ്.